ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നപ്പോൾ ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ റീസെൻ്റ് ആയിട്ട് റാൻഡംലി കുറേ പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പർച്ചേസിൻ്റെ മുഴുവനും എന്തൊക്കെയാണ് വാങ്ങിയത് എന്നൊരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വൈറ്റ് ഉടുപ്പാണ് കേട്ടോ. അടിപൊളി ഒരു ഉടുപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ കാലമായിട്ട് വൈറ്റ് അന്വേഷിച്ച് കിടക്കാണ്. പക്ഷെ ഒന്നെങ്കിൽ അതിൻ്റെ നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ ചെക്ക് ചെയ്യാൻ നേരത്ത് ലെങ്ത് കുറവായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. എനിക്ക് ഈ നീ ലെങ്ത്തിൻ്റെ മുകളിലുള്ളത് നമുക്ക് ഇട്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല നീളമുണ്ട് കണ്ടോ. കുറേ ഫ്രീസൊക്കെ വരുന്ന സൈസ് ഒരു ഡ്രസ്സാണ്. ഇതിലിങ്ങനെ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കൊക്കെ വരുന്നുണ്ട്. ഇതിന് എത്രയായിരുന്നു? ഇതെനിക്ക് ഓഫർ കിട്ടിയതല്ല കേട്ടോ. കാര്യം ഞാൻ അവിടെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് പോയതാണെങ്കിലും ഇതെനിക്കൊരു 999 ആയി ഇതിൻ്റെ റേറ്റ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ മേടിച്ചതാണ് ഈ ഒരു ടോപ്പ്. ഇത് ഞാൻ ആ സ്റ്റുഡിയോ വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. ഒരു ക്രോപ്പ് ടോപ്പാണ്. ഇതിനൊരു കാക്കി കളറാണേ. കാക്കിൻ്റെ ഒരു കളറാണ്. നല്ലൊരു കുറച്ച് ഇറങ്ങിയ ടൈപ്പ് നെക്കൊക്കെയാണ്, ഇങ്ങനെ ചെറിയ ചെറിയ ബോർഡറൊക്കെ വെച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാങ്ങിയത് ഇതെനിക്ക് ഓഫർ കിട്ടിയതാണ്. ഇതിന് 299 ആയിരുന്നു ഇതിന് വന്ന റേറ്റ്. പിന്നെ ഇത് ഞാൻ മാനന്തവാടിയിൽ നിന്ന് തന്നെ ഇന്ന് കാണിക്കാൻ പോകുന്ന എല്ലാ ഡ്രസ്സും തന്നെ കാഷ്വൽ ഡ്രസ്സസ്സാണ് കേട്ടോ. നമുക്ക് പാർട്ടിക്കൊന്നും ഇടാൻ പറ്റുന്ന ടൈപ്പല്ല. ഇത് അടുത്തത് ഒരു ചുരിദാർ സെറ്റാണേ. ഇതൊരു ചുരിദാർ സെറ്റാണ്. ഈ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ ഇവിടെ. ഇതിനകത്ത് ഇങ്ങനെ മിറർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് എത്രയായിരുന്നു? 1450 അങ്ങനെ എന്തോ ആണ് റേറ്റ് വന്നത്. പക്ഷെ എനിക്ക് ഡിസ്കൗണ്ട് കിട്ടി, കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പായിരുന്നു. ഇതാണ് കേട്ടോ അതിൻ്റെ ഷോള് വരുന്നത്. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ സീക്വൻസിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ട് ഇതാണ് കേട്ടോ അതിൻ്റെ പാൻറ്റ് വരുന്നത്. സെയിം ലൈക്ക് ഒരു കോട്ടൻ്റെ പാൻറ്റാണ്. അടിയിൽ ഇങ്ങനത്തെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇനി ഡ്രസ്സ് വരുന്നത് ഈ ഒരു ക്രോപ്പ് ടോപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു ചാണകപ്പച്ച കളർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു കളറാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. സെയിം എൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. ഞാൻ അതും ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മമ്മി ഡാഡി എന്ന് പറഞ്ഞിട്ട് മാനന്തവാടിയിലുള്ള ആളുകൾക്ക് അറിയായിരിക്കും. അതെ, ഇതാണത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു റോസ് കളറിൻ്റെ സീക്വൻസിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈസ് ടോപ്പാണ് കേട്ടോ, എനിക്കിഷ്ടം. ഇത് ഓഫ്കോഴ്സ് ഞാനൊരു എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ട്. ഇതൊക്കെ കണ്ടപാട് ഞാനങ്ങ് പൊട്ടിച്ചിട്ട് കേട്ടോ, വേറെ ഒന്നും നോക്കാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാനിതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇതൊരു ഫുൾ ലെങ്ത് ഉള്ളൊരു ഫ്രോക്കാണ്. ഓറഞ്ചും വൈറ്റും കളർ വരുന്ന പക്ക കോട്ടൺ. ഒരു വീനക്കാണ് വരുന്നത്. ചെറിയ കൈയാണ്, ചെറിയ കൈയാണ്. ബാക്കിൽ ഇങ്ങനെ വലിയുന്ന ടൈപ്പാണ്. പിന്നെ ഇതിന് എത്രയായിരുന്നു റേറ്റ് വന്നത്? 699 ആണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ എവിടെ നിന്നാണ്? മാനന്തവാടിയുള്ള ഈസി ബൈന്ന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഇതിന്ന് രാവിലെ വന്നതാണ്. ഇതിൻ്റെ കളർ കണ്ടിട്ട് അത് ഞെട്ടരുത്, വല്ലാത്തൊരു കളറായി പോയി. ഞാനും വിചാരിച്ചൊരു കളറില്ല, ഭയങ്കര ഒരു മഞ്ഞ കളറ്. അപ്പം ഇത് ഞാനൊരു സ്കേർട്ട് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻസ്പയർഡ് ആയിട്ട് മേടിച്ചാണ് കേട്ടോ. അത് ഞാൻ ഗ്ലാമീകന്നയില്ലേ, നമ്മുടെ യൂട്യൂബർ, അവരുടെ ഇൻസ്പയർഡ് ആയിട്ട് മേടിച്ചാണ്. പക്ഷെ അവർ കാണിച്ചേക്കുന്ന ഫ്രോക്കോ ആ ഒരു ടോപ്പോ എനിക്ക് കിട്ടിയില്ല. കാരണം എനിക്ക് തോന്നുന്നു അവരത് മീഷോയിലാണ് കാണിച്ചത്. ഞാൻ മീഷോയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല. അതിന് 225 ഉള്ളൂ കേട്ടോ റേറ്റ്. ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കിട്ടിയത്. പിന്നെ ഈ ഒരു സ്കേർട്ടും കേട്ടോ അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ടുള്ളത്. കുറച്ച് സിത്രൂ ആണ്, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാം. അടിപൊളി സ്കേർട്ടാണ് കേട്ടോ. അത്യാവശ്യം ഈ ഒരു റേറ്റിന് ഇതിനും 225 തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റേറ്റിന് നല്ല അഫോർഡബിൾ ആണ്. അടിയിലൊരു അണ്ടർ സ്കേർട്ട് പോലത്തെ എന്തെങ്കിലും ഇട്ടാൽ മതി. പിന്നെ ഞാൻ ഈ ഒരു ജീൻസാണ് കേട്ടോ മേടിച്ചത്. ഇതൊരു ആഷ് കളറുള്ളൊരു ജീൻസാണ്. ഫിറ്റ് ആയിട്ടുള്ള സ്കിന്നി ആയിട്ടുള്ള ജീൻസാണ്. ഇത് ഞാനൊന്ന് വാഷ് ചെയ്തു, കാരണം എനിക്ക് ഡസ്റ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് എത്രയായിരുന്നു? 550 അങ്ങനെ എന്തോ ആണ് റേറ്റ് ആയത്. ഭയങ്കര ഇത് എനിക്ക് നല്ല റീസണബിൾ പ്രൈസിന് കിട്ടിയതാണ് കേട്ടോ. നല്ലൊരു മെറ്റീരിയലാണ്, അത്യാവശ്യം സ്ട്രെച്ചബിളും ആണ്. അത്യാവശ്യം നല്ലൊരു ജീൻസ് ആയിരുന്നേ. പിന്നെ ഈ ഒരു ടോപ്പാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കിട്ടാത്തത് ഈ ഒരു പ്രിന്റ് നല്ല രസമില്ലേ, ഒരു പൂന്തോട്ടത്തിൽ കയറിയ ഫീലും. ഞാൻ ഇങ്ങനത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിലുള്ള ഷർട്ടുകൾ കണ്ടിട്ടുണ്ട്. കുറേ പേർക്ക് ഇപ്പം ഇങ്ങനത്തെ ഷർട്ട് ഇറങ്ങുന്നില്ലേ, ചെക്കന്മാർക്ക് നമ്മളെ ഈ ഗോവ വൈബൊക്കെ കിട്ടുന്ന ആ ടൈപ്പ് ഒരു സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കോളർ നെക്കൊക്കെയാണ് ഇതിന്. കോളർ നെക്കാണ്, 3/4 സ്ലീവ് ആണ്. എന്നിട്ട് ഇവിടെ ഒരു ബട്ടണൊക്കെ ആയിട്ട്. പിന്നെ ഇതിനകത്തൊരു പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. സുഖമായി ബാഗും എടുക്കട്ടോ, ഫോണൊക്കെ ഇതിലിട്ട് നടത്താം. അപ്പം ഇങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ അടുത്തത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, റീസെൻ്റ്ലി ഞാൻ പർച്ചേസ് ചെയ്തതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇവിടെ നല്ല കുറേ ബീഡ് വർക്കൊക്കെ വരുന്നുണ്ട്. ഇതുണ്ടോ, നല്ല ബീഡ് വർക്കൊക്കെ വരുന്നുണ്ട്.
അങ്ങനെ വീനക്കായിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല വർണ്ണ ശബളിതമായി ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. നല്ല രസമുണ്ട്, അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട്. വെറുതെ താഴെ അത്യാവശ്യം നല്ല നീളമുണ്ട് ഇതിന്. ഇതാണ് അടുത്തത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ എൻ്റെ ഡ്രസ്സസ് ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ മേടിച്ചതാണ് ഈ ഒരു ചെരുപ്പ്. നല്ല രസമില്ലേ കാണാൻ, അടിപൊളിയല്ലേ നോക്കിയിട്ട്. നല്ല സുഖമുണ്ട് ഇടാൻ, ഇങ്ങനെ ഇങ്ങനെ ഞെങ്ങും, ഒരു സ്പോഞ്ച് പോലെ ഇരിക്കുന്നതാണ്. ഇത് ഇതിൻ്റെ കൂടെ മേടിച്ചതാണ് കേട്ടോ. ഇത് സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചതാണ്. ഇതിന് എത്രയായിരുന്നു? 199 ആണെന്ന് തോന്നുന്നത്. 199 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. പിന്നെ ഞാൻ മേടിച്ചത് ഈ ഒരു സാധനമാണ് കേട്ടോ. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് ആ കോസ്മെറ്റിക്കിൻ്റെ സൈഡിലേക്ക് പോയപ്പോൾ ആദ്യം കണ്ടത് ഇതാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് അപ്പം തന്നെ എടുത്തു. കാരണം ഞാൻ ഈ ഇടയ്ക്കത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മഞ്ജു വാര്യർ ഇൻസ്പയർഡ് ആയിട്ട് ഇവിടെ കുറച്ച് മുടി കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി പൊന്നുമടത്തിലെ ലക്ഷ്മിക്കുട്ടീൻ്റെ അവസ്ഥയായതുകൊണ്ട് അതിനൊന്ന് കയറ്റി വെക്കാൻ ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല രീതിയിൽ കണ്ടാൽ വീണ്ടും ഇങ്ങനെ വരികയും ചെയ്യും. നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു ബോഡി മിസ്റ്റ്. ഇത് ഞാനിപ്പോൾ ഏകദേശം എല്ലാവരുടെയും കയ്യിൽ കണ്ടൊരു സാധനമാണ് സുഡിയോയിൽ ഈ ഒരു ബോഡി മിസ്റ്റ്. അടിപൊളി സ്മെല്ലുമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ മേടിച്ചതാണ് ഈ ഒരു പോക്കറ്റ് ബോഡി മിസ്റ്റ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ പോർട്ടബിൾ ആണല്ലോ എല്ലായിടത്തും കൂടെ. ഇതും പോർട്ടബിൾ ആണ്, അതല്ല, ഇത് നമുക്ക് ബാഗിലൊക്കെ ഇങ്ങനെ ചെറിയ ഹാൻഡ് ബാഗിലൊക്കെ ഇട്ടിട്ട് എടുക്കാമല്ലോ. അപ്പം നല്ല അടിപൊളി ഒരു സാധനമായിട്ട് തോന്നി. അപ്പം ഇത് ഞാൻ വാങ്ങി. ഇത് കാര്യം സ്പിറ്റൻസ് എൻ്റെ അനിയത്തി റീസെൻ്റ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൂടി ഓർഡർ ചെയ്ത് തന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവശ്യം വന്നില്ല, എനിക്കത് കിട്ടി. ഇതാണ് അടുത്തത് കേട്ടോ, കാജൽ. ഇതൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. സംഭവം ഈ സ്റ്റുഡിയോയിലെ കോസ്മെറ്റിക് ഐറ്റംസ് അത്ര ശരിയില്ല കേട്ടോ. കാരണം ഞാൻ റീസെൻ്റ്ലി അല്ല, കുറച്ച് നാൾ മുന്നേ ഞാനൊരു ലിപ് ബാം അവിടെ നിന്ന് വാങ്ങിയിട്ട് അത് നല്ല രീതിയിൽ ഉപയോഗിച്ചായിരുന്നു. ഒന്നാമത് ഭയങ്കര അട്രാക്റ്റിങ് സ്മെല്ലാണ്, ഭയങ്കരമായിട്ട് നല്ല രസമുള്ളൊരു സ്മെല്ല്. പക്ഷെ അതെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ഏകദേശം തീർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ലിപ്പ് നല്ലോണം പിഗ്മെന്റഡ്, ഈ ഒരു ഡാർക്ക് കളർ ആവില്ലേ, അങ്ങനെ ആവുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും അങ്ങനെ വാങ്ങാറില്ലായിരുന്നു. പക്ഷെ ഇത് എൻ്റെ കയ്യിൽ തീരാനായപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ പാസ്ലറിൻ്റെ അല്ലെങ്കിൽ കൊളോസലിൻ്റെ അതിൻ്റെയൊക്കെയാണ് വാങ്ങാറ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.